പ്രാഥമിക റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് 18ഓളം ആളുകൾ ഹോസ്പിറ്റലിൽ IP അഡ്മിഷൻ തേടിയിട്ടുള്ളതായിട്ടും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കുറച്ച് ആളുകൾ വിവിധ ഈ രോഗം സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട, പക്ഷേ ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പക്ഷേ ഈ വിഷയം വളരെ ഗൗരവതരമാണ്. കാരണം ഒരേ ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്ന് കുറേയേറെ ആളുകൾ രോഗബാധിതരാകുന്നു. പക്ഷേ അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഒരു ഗവൺമെൻറ് സംവിധാനത്തിലേക്ക് അറിയിക്കാതെ പക്ഷേ അത് രഹസ്യമായി വെക്കുന്നൊരു സാഹചര്യം തീർച്ചയായിട്ടും അത് ഗൗരവമുള്ളൊരു വിഷയമാണ്. ആരോഗ്യ വകുപ്പിൽ ഈ ഒരു വിവരം ഇന്നലെയാണ് കിട്ടുന്നത്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി എനിക്ക് ലഭിച്ചൊരു ഫോൺ കോളിലാണ് അവിടെ താമസിക്കുന്ന ആ ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാൾ എന്നെ ഫോണിൽ വിളിക്കുകയും അദ്ദേഹം നൽകിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയോടുകൂടി തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ ഡിസ്ട്രിക്റ്റിലെ സീനിയർ ഡോക്ടേഴ്സ് അടങ്ങുന്ന ടീം അവരവിടെ പരിശോധന നടത്തുകയും അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തത്. അതുമാത്രമല്ല, ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന അന്തേവാസികളുമായിട്ട് ആശയവിനിമയം നടത്തി. അതുകൂടാതെ രോഗാവസ്ഥയിലുള്ളവർ, രോഗലക്ഷണങ്ങളുള്ളവരെയും അവരുടെ ഫ്ലാറ്റുകളിൽ പ്രത്യേകമായിട്ട് സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലാറ്റിൽ നിലവിൽ അവിടെ ഒരു കിണറുണ്ട്. അതുകൂടാതെ ടാങ്കർ ലോറികളിൽ അവിടെ വെള്ളം എത്തിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഒരു സമ്പിൾ വെള്ളം ശേഖരിച്ചതിന് ശേഷമാണ് മറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പ്രാഥമികമായിട്ടുള്ളൊരു റിപ്പോർട്ട് ഇന്നലെ അവിടെ സന്ദർശിച്ച മെഡിക്കൽ ടീം നൽകിയിട്ടുണ്ട്. 340-ലധികം പേർക്കാണ് രോഗലക്ഷണങ്ങളും രോഗങ്ങളും ഉള്ളതായിട്ട് പ്രാഥമിക റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 18ഓളം ആളുകൾ ഹോസ്പിറ്റലിൽ IP അഡ്മിഷൻ തേടിയിട്ടുള്ളതായിട്ടും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കുറച്ച് ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളതായിട്ടും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി 30 അംഗ സംഘത്തെ തന്നെ ആരോഗ്യവകുപ്പ് അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവബോധം രൂപീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത്, ഇപ്പോൾ അവിടെ ശുദ്ധീകരണ സംവിധാനമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു അഭ്യർത്ഥന അത് വളരെ ആവശ്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആഹാരം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം പോലും അതും ആ രീതിയിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്.